കൂട്ടുകാരെ, എല്ലാവർക്കും ബേക്കി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ബേക്കറി സ്റ്റൈലിലുള്ള ഒരു വാനില സ്പഞ്ച് കേക്കാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് നല്ലൊരു സ്പഞ്ച് കേക്ക് നമ്മുടെ വീട്ടിലുണ്ടാക്കുക നോക്കാം. ഓവൻ ഇല്ലെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഓവനിലാണ് ചെയ്യുന്നത്. ഓവൻ ഇല്ലെങ്കിലും സാധാരണ അലുമിനിയം പാത്രത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമുക്ക് എങ്ങനെയാണ് നല്ലൊരു സ്പഞ്ച് കേക്ക് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വന്നാലോ. നമുക്ക് സ്പഞ്ച് കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമ്മൾ മുട്ടയുടെ വെള്ളയും മഞ്ഞയും വേർതിരിച്ചെടുക്കുക. ഇപ്പം ഞാനിവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളം ഞാൻ ഇതേപോലെ ഒരു പാത്രത്തിൽ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മഞ്ഞ വേറൊരു പാത്രത്തിലും ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എസൻസ് ഏതാണോ ചേർക്കുന്നത് അത് ഈ മുട്ടയുടെ മഞ്ഞയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആ മുട്ടയുടെ ആ സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ എസൻസ് ഒഴിച്ചു കൊടുക്കുമ്പം 4 മുട്ടയാണ് നമ്മളിവിടെ ചേർക്കുന്നത്. എസൻസ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. 1/4 ടീസ്പൂണ് ഐസ്ക്രീം എസൻസ് ആണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് വാനില എസൻസ് വേണമെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. 1/4 ടീസ്പൂണേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. എസൻസും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒന്നും ഒരുപാട് കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. ആദ്യം നമുക്ക് ഈ എഗ് വൈറ്റ് നന്നായിട്ട് പതപ്പിച്ചെടുക്കാം കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഹാൻഡ് ബീറ്റർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് പതപ്പിച്ചെടുക്കുക. അല്ലെങ്കിൽ പിന്നെ ഇതുപോലത്തെ ഹാൻഡ് വിസ്ക് ആണെങ്കിലും ഇതിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുത്താൽ മതി കേട്ടോ. എന്താണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ നന്നായിട്ട് പതഞ്ഞ് കിട്ടണം. ഞാനൊരു ഹാൻഡ് ബീറ്റർ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് പതപ്പിച്ചെടുക്കുന്നുണ്ട്. ഇപ്പം നോക്കിയാൽ നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ എഗ് വൈറ്റ് നമുക്ക് പതഞ്ഞ് കിട്ടണം കേട്ടോ. അപ്പം നന്നായിട്ട് ഇതുപോലെ പതഞ്ഞ് കിട്ടിയാൽ മാത്രമേ നമ്മുടെ കേക്ക് നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുള്ളൂ. അപ്പോൾ ഈ പാത്രം ഇങ്ങനെ മറച്ചാൽ പോലും ഇത് മറഞ്ഞു പോവാത്ത രീതിയിൽ ഇങ്ങനെ പതപ്പിച്ചെടുക്കാൻ വേണ്ടി നോക്കണം കേട്ടോ. മുട്ടയുടെ മഞ്ഞയും ഇതേപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ മഞ്ഞയും വെള്ളയും കൂടെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ആക്കാം കേട്ടോ. നമുക്ക് ഇളക്കാൻ ഏത് പാത്രമാണോ എളുപ്പം അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ എപ്പോഴും കുറച്ച് വലിയ പാത്രം എടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴേക്കും എല്ലാം കൂടി കൊള്ളാനുള്ള ആ വലിപ്പമുള്ള പാത്രം എടുത്തു കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാര പൊടിയാണ് കേട്ടോ. ഇപ്പോൾ ഇതൊരു 3/4 കപ്പ് പഞ്ചസാര പൊടി ഉണ്ട്. അത് കുറേശ്ശെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒരു ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചിട്ട് പതുക്കെ ഇളക്കി മിക്സാക്കി കൊടുക്കുക. ബാക്കി കൂടെ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ഇതുപോലെ പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർക്കുന്നതെങ്കിൽ നമ്മൾ ആ മുട്ട ബീറ്റ് ചെയ്യുമ്പോൾ അതിൽ തന്നെ നമുക്ക് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഇതുപോലെ അങ്ങ് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ആ പഞ്ചസാരയൊക്കെ നന്നായിട്ട് കലങ്ങി കിട്ടും. പക്ഷെ പൊടിക്കുവാണെങ്കിൽ നമുക്ക് കുറച്ച് എളുപ്പമാണ് കേട്ടോ. അപ്പം പഞ്ചസാര പൊടി മുഴുവനും ചേർത്തിട്ട് ഇളക്കിയിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാൻ നോക്കണേ. ഇനിയിപ്പോൾ ഞാനിവിടെ കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള മൈദ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 1 കപ്പ് മൈദയുണ്ട്. പഞ്ചസാരപ്പൊടി നമ്മൾ ഇട്ടത് 3/4 കപ്പാണ്. മൈദ 1 കപ്പാണ് കേട്ടോ. ഇനി ഈ മൈദയിൽ ഇപ്പം നമ്മൾ എന്തെടുക്കുമ്പോഴും വടിച്ച് അളക്കാൻ വേണ്ടി നോക്കണം. ഒരുപാട് കുത്തി നിറച്ച് അളക്കരുത് കേട്ടോ. ഇനി ഈ മൈദയിലേക്ക് നമുക്ക് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക. ബേക്കിംഗ് പൗഡർ ഞാൻ 1/2 ടീസ്പൂൺ മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർക്കുന്നുണ്ട്. നമ്മൾ മാർഗരിൻ്റെ വനസ്പതി ബേക്കറികളിലൊക്കെ കേക്ക് ഉണ്ടാക്കാൻ എടുക്കുമ്പോൾ അതിലേക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒന്നും ചേർക്കാറില്ല കേട്ടോ. അപ്പം ഇത് നമ്മൾ വെജിറ്റബിൾ ഓയിലാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർക്കുന്നത്. എന്നാൽ മാത്രമേ കേക്ക് കുറച്ച് സ്പഞ്ചായിട്ട് വരുള്ളൂ കേട്ടോ. ഇനി ഇത് നമുക്ക് അരിച്ചിട്ട് നമ്മുടെ ആ മുട്ടയുടെ ബാറ്ററിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒരരിപ്പ ഇതുപോലെ വെച്ചിട്ട് കുറേശ്ശെ ഇട്ട് കൊടുക്കുക. കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ അരിച്ചിടാം കേട്ടോ. ഇങ്ങനെ അരിച്ചിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ഇതിൻ്റെ എല്ലാ ഭാഗത്തും എത്തിക്കോളും. അപ്പോൾ കട്ടയൊന്നും കെട്ടാതെ നന്നായിട്ട് അലിഞ്ഞു കിട്ടും. അതിനാണ് ഇതുപോലെ അരിക്കണം എന്ന് പറയുന്നത്. 2-3 പ്രാവശ്യമൊക്കെ അരിച്ചാൽ നല്ലതാണ്. പക്ഷെ നമുക്കിവിടെ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. അരിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതുപോലെ ഈ വിസ്ക് ഉപയോഗിച്ചിട്ട് പതുക്കെ ഇളക്കി കൊടുക്കാം. ഞാൻ എപ്പോഴും വലിയ പാത്രം എടുക്കണം എന്ന് പറയുമ്പോൾ ഞാൻ എടുക്കുന്ന പാത്രം എപ്പോഴും ചെറുതായി പോകും. അപ്പോൾ ഇതിൽ നന്നായിട്ട് അങ്ങ് ഇളക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ എടുക്കുമ്പോൾ ഇതുപോലെ ചെറിയ പാത്രം എടുക്കല്ലേ കേട്ടോ.
മൈദ ഇട്ടിട്ട് വല്ലാതെ ഹാർഡായിട്ട് നമ്മൾ ഇളക്കരുത്. പതുക്കെ പതുക്കെ ഇളക്കിയിട്ട് ഈ മൈദ ഈ ബാറ്ററിലേക്ക് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണേ. ഇപ്പം ഇത് എല്ലാം കൂടി യോജിപ്പിച്ചപ്പോൾ ഒരു തിക്ക് ബാറ്ററായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ബട്ടർ ആണെങ്കിലും കുഴപ്പമില്ല. ബട്ടർ ആണെങ്കിലും നന്നായിട്ട് ഉപ്പില്ലാത്ത ബട്ടർ ഒന്ന് നന്നായിട്ട് മെൽറ്റാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ഒരു 3/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പഞ്ചസാരപ്പൊടി 3/4 കപ്പാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. മൈദ 1 കപ്പ്, 4 മുട്ട, പിന്നെ 3/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ. ഇതെല്ലാം കൂടി ഒന്നും കൂടി അങ്ങ് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഓയിൽ അവിടെ ഇവിടെ ഒന്നും കിടക്കാതെ ഈ ബാറ്ററിൽ നന്നായിട്ട് മിക്സായിട്ട് വരണേ. അപ്പം നമ്മുടെ സ്പഞ്ച് കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഏത് മോൾഡിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ സ്ക്വയറായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, റൗണ്ടായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉള്ള മോൾഡിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു മോൾഡിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു നല്ല കട്ടിക്കാണെങ്കിൽ 1 കിലോയുടെ കേക്കൊക്കെ ഇതിൽ ബേക്കാവും. അല്ലെങ്കിൽ പിന്നെ കുറച്ച് കനം കുറച്ച് ഒഴിക്കുവാണെങ്കിൽ ഒരു 3/4 കിലോയൊക്കെ ഉണ്ടാവും കേട്ടോ. ഇനി നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എപ്പോഴും നമ്മുടെ കേക്കിൻ്റെ ബാറ്ററി ഒഴിക്കുമ്പോൾ ഒരുപാട് അങ്ങ് നിറച്ചൊഴിച്ചു കൊടുക്കരുത്. അപ്പോൾ വല്ലാതെ അങ്ങ് പൊന്തിപ്പോവും അടുപ്പിൽ ചെന്ന് കഴിയുമ്പോൾ. എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗം പൊട്ടിപ്പോവും കേട്ടോ. ഇതിപ്പോൾ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇത് ഒരു കനം കുറഞ്ഞിട്ടാണ്. ഇപ്പോൾ കുറച്ച് നമ്മുടെ ബാറ്ററിനനുസരിച്ചിട്ട് ഇത്രയും വലിയൊരു മോൾഡ് വേണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഒരുപാട് കട്ടിയില്ലാത്ത കേക്കായിരിക്കും ഇത് ഉണ്ടാവുക കേട്ടോ. ഇനി എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു 2-3 പ്രാവശ്യം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഓവനിൽ വേണമെങ്കിൽ അങ്ങനെ ബേക്ക് ചെയ്തെടുക്കാം. നിങ്ങളുടെ അടുത്ത് ഓവൻ ഇല്ലെങ്കിൽ സാധാരണ അലുമിനിയം ചെമ്പിലും നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. 10 മിനിറ്റ് ഓവനൊന്ന് പ്രീഹീറ്റ് ആക്കുക. എന്നിട്ട് 160ലേക്ക് ചൂട് കൊടുക്കുക. 160, 180ലേക്കൊന്നും ചൂട് കൊടുക്കണ്ട. അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. 160ൽ ചൂട് കൊടുത്തിട്ട് ഒരു 30 മുതൽ ഒരു 45 മിനിറ്റ് വരെയൊക്കെ, അത് കേക്കിൻ്റെ കട്ടി അനുസരിച്ചായിരിക്കും വേവ് ആവുക. അപ്പം ഒരു 30 മിനിറ്റൊക്കെ സമയം വെച്ച് കൊടുക്കുക. എന്നിട്ട് ആയില്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സമയം കൂട്ടി വെച്ച് കൊടുക്കാമല്ലോ. അങ്ങനെ ഇത് ബേക്ക് ആക്കി എടുക്കാം കേട്ടോ. അപ്പം ഞാൻ ബേക്ക് ചെയ്തുകൊണ്ട് വരട്ടെ. ഒത്തിരി നന്നായിട്ട് ചൂട് തണിഞ്ഞിട്ടില്ല. കുറച്ചും കൂടി ചെറിയൊരു മോൾഡാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ കേക്കിന് കുറച്ചും കൂടി ഹൈറ്റ് കിട്ടും കേട്ടോ. അപ്പം നമ്മുടെ മോൾഡ് കുറച്ച് വലുതായി പോയതുകൊണ്ടാണ് ഇത്രയും കനം കുറഞ്ഞു പോയത്. എന്നാലും കുഴപ്പമില്ല, നല്ല കേക്കാട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ള. നല്ല പഞ്ഞി പോലുള്ള കേക്കാണ്. ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ വെയിറ്റ് ഒരു 3/4 കിലോ ഒക്കെ വരും കേട്ടോ. നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൽ കുറച്ച് പഞ്ചസാര സിറപ്പൊക്കെ കൊടുത്തിട്ട് നമുക്ക് ഐസിങ് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി സ്പഞ്ച് കേക്ക്, വൈറ്റ് ഫോറസ്റ്റും ഒക്കെ ഇതിലുണ്ടാക്കാം കേട്ടോ. വളരെ ഈസി ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയ സ്പഞ്ച് കേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. എന്നിട്ട് വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് ഉടനെ വരാം കേട്ടോ. അതുവരേക്കും എല്ലാവർക്കും നന്ദി.